ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സൂപ്പർ പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കിയാലോ? ഇത് ആരുടെ തോട്ടമാണെന്ന് അറിയില്ല. പെട്ടെന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് സ്ഥലം വിടാം. ഇത് മുറിക്കാൻ കത്തിയില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കത്തിയും കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും വാങ്ങിച്ചു. ചേച്ചി പറയുവാ വൈൻ റെഡി ആകുമ്പോ ചേച്ചിക്കും കുറച്ച് വേണമെന്ന്. നമുക്ക് ഈ വൈൻ റെസിപ്പി ഈ മുളയിലാണ് 14 ദിവസം കുഴിച്ചിട്ടിരിക്കേണ്ടത്. എന്നാലേ നല്ല വീര്യം കിട്ടൂ. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നമുക്കെന്നാ അടുത്ത പണി തുടങ്ങാം. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇതിനുള്ളിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഈ ഈസ്റ്റും പഞ്ചസാരയും ഇതിനുള്ളിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗം ഒരു ഇല ഉപയോഗിച്ച് അടച്ചു വെക്കാം. നമുക്കിതിനെ ഇവിടെ ഒളിപ്പിച്ചു വെക്കാം. കുഴിച്ചിട്ടാ ശരിയാവില്ല, വല്ല എക്സൈസും വന്ന് പൊക്കിക്കൊണ്ടുപോകും. ഇനി 14 ദിവസം കഴിഞ്ഞ് നമുക്കത് തുറക്കാം. ഇപ്പൊ ഈ കത്തി കൊണ്ട് ചേച്ചിക്ക് കൊടുത്തിട്ട് വരാം. ഇതാണ് നമ്മളെ വൈൻ ഉണ്ടാക്കാൻ സഹായിച്ച ചേച്ചിയുടെ വീട്. ഗൈസ്, ഞാനിവിടെ തിരിച്ചെത്തി. നല്ല തണുപ്പ്, പുറത്ത് നല്ല മഴയാ. നമുക്ക് വൈൻ ഉണ്ടാക്കാൻ സാധനങ്ങൾ തന്ന അവളുടെ പേര് ഞാൻ ചോദിച്ചു. ഇസബെല്ല എന്നാ പേര്. 30 വയസ്സേ ഉള്ളൂ. എന്നെക്കാളും ഇളയതാ. പക്ഷെ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അതെന്തായാലും വൈൻ കൊടുക്കാൻ അടുത്തവിടെ പോകുമല്ലോ, അപ്പൊ ചോദിക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. പറഞ്ഞതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എനിക്ക് ഇന്നത്തേക്കുള്ളതായി.